2 ദിവസമായിട്ട് നോർമൽ ടൈപ്പ് ഗെയിമൊക്കെ മറ്റേ സ്ക്വറൽ വിത്ത് ഗണ്ണ് അങ്ങനത്തെ കുറച്ച് ചേഞ്ചിന് വേണ്ടി ഒരു ഹൊറർ ഇൻഡി കളിച്ചാലെന്ന് ആലോചിച്ചപ്പോഴാണ് അതിനൊരു സ്റ്റീം തപ്പി വരയുമ്പോഴാണ് ഈ ഒരു സാധനം കിട്ടിയത്. ഇത് കുറെ കിട്ടിയിട്ടുണ്ട്. ലൈക്ക് പതുക്കെ ഞാൻ അടുത്ത് കളിക്കാന്ന് വെച്ച് ലൈക്ക് അതിലൊരെണ്ണം ഇത് എനിക്കിതിന്റെ ഒരു എന്താണ് പറയുക, ഒരു ഗെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് കുറച്ച് നൈസാന്ന് തോന്നുന്നു. മറ്റേത് ആ ബസ് റൂട്ട് ഗെയിം പോലെ ലൈക്ക് വെറും ജംസ്കെയറിൽ ഒതുക്കാതെ കുറച്ചുകൂടെ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ലൈക്ക് പ്ലേ ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ വീഡിയോ കാര്യങ്ങളോ ഒന്നും കാണാറില്ല, കാരണം നമുക്കൊരു ചെറിയൊരു സ്പോയിൽഡ് ഇത് വരണ്ടല്ലോ. സോ ഫുള്ള് ലൈക്ക് കളിച്ച് എന്താണെങ്കിലും അങ്ങനെ. അപ്പം എന്തായാലും ഇതിലേക്ക് കയറി പോകാം. ഹായ്, ഹലോ. Hey, are you doing all right? വലിയ കുഴപ്പമില്ല. I hope you are. Life could probably be better, but I hope you are okay overall. I want to ask a few questions, if you don't mind. പിന്നെന്താ ചോദിച്ചോളൂ. They might be strange and they might be disturbing, putting you in unique situations. Hit it anytime. Yes, is yours. തുടക്കം തന്നെ there are no wrong answers really. I would simply like to know how do you feel about certain ideas. Okay, ചോദിക്കൂ. Do you like your name? Of course, പേര് ഇഷ്ടമാണ്. Do you like your eyes? അതെ, എൻ്റെ കണ്ണ് എനിക്ക് ഇഷ്ടമാണ്. Do you wish they would show you a different life around you stays exactly the same as it is right now? Huh? Yeah. They seem happy probably. Are you afraid that if you wake up you wouldn't recognize your life but forever remember the dream you lived? അങ്ങനെ പ്രത്യേകിച്ച് സ്വപ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. Do you feel lonely in your life? ആരാണിപ്പോ ഒറ്റപ്പെടൽ അനുഭവിക്കാത്തത്? അതിപ്പോ 100 പേരുണ്ടെങ്കിൽ കൂടെ തന്നെ നമുക്ക് ആ ഒരു സാധനം ഫീൽ ചെയ്യും. Of course. Do you mind if someone comes here to keep you company? I don't mind. കുഴപ്പമില്ല, ആരാണെങ്കിലും വന്നോട്ടെ. Her name is Vivian. വിവിൻ എന്തിനാ ശ്വാസം വലിക്കണത്? ഇത് എങ്ങോട്ടായി പോകുന്നത്? കൈ മുറിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്ത് ഫിസിക്കൽ നോർമൽ പെയിൻ? If you had your hand cut off, the first thing you'd think of it is physical pain, the moral pain, the fact that your hand is gone and you will never have it again, the spiritual acceptance of കൈ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് വിചാരിക്കുകയെന്ന്? വേദനയാണോ, മോറൽ പെയിൻ ആണോ, അതോ കൈ പോയെന്നുള്ളത് ഇനി കൈ കാണൂലെന്ന് നമ്മൾ വിചാരിക്കുന്നതാണോ, അതോ സ്പിരിച്വൽ ആക്സെപ്റ്റൻസ് ആ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ എടുക്കണമെന്ന്? അഫ്കോഴ്സ് ആദ്യമേ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വേദനയാണ്, ഫിസിക്കൽ പെയിൻ. ഞാനേ ഒന്ന് സൗണ്ട് കുറച്ചിട്ടായിരുന്നു. അയ്യോ, വിവിയൻ ആ പെണ്ണ് എന്റെ ഇടയ്ക്ക് വിച്ച് വൺ മേക്സ് യു ഫീൽ ബെറ്റർ? Which one makes you feel better? I want to feel happy now. I want to feel happy in the future. Future വരാനുള്ളതല്ലേ. So why not focus now? ഇപ്പം തന്നെ. Do you seek how you feel? Or would you do anything to dream? Don't answer that. I don't want to be. You heard something move in your basement. For a moment, it sounded like a voice. Would you go and check what it was? No. Oh! നമ്മളെ ബീരുന്ന് വിളിച്ചിട്ട് ഫസ്റ്റ് ഇതൊന്ന് ഞാൻ ഇത് ഓടിച്ചു നോക്കട്ടെ. ലൈക്ക് ബ്രൈറ്റ്നെസ് കുറഞ്ഞു എടുക്കുകയാണെന്ന് തോന്നുന്നു. അപ്പം ലൈക്ക് ഇതിന്റെ സിസ്റ്റം ഇത് തന്നെ.
ജെംസ്കെയർ പേടിക്കുന്നതല്ല, പക്ഷെ ലൈക്ക് ഹെഡ്സെറ്റ് വെച്ചത് കൊണ്ട് നമ്മൾ ഒരു ഐസൊലേറ്റഡ് ഫീൽ കിട്ടും. ഇതൊക്കെ ഇതൊക്കെ പോകുന്നതാണ് ട്രിക്ക്. നമ്മള് പെട്ടെന്ന് ഓടിപ്പോയി കഴിഞ്ഞാൽ ഇവന്മാര് ചാടി മുന്നി വീഴും. അവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് പറഞ്ഞതിന്റെ അടുത്ത നിമിഷം തന്നെ ആയിരിക്കും ചാടി തള്ളിയവന്മാര് വീഴുന്നത്. ഈ ഫോട്ടോ ഒന്നും മനസ്സിലാകുന്നില്ല. എന്തോ അനങ്ങിയല്ലോ ഇപ്പൊ. ഇല്ലല്ലോ, ലൈറ്റ് എന്താണ് ഇല്ലാത്തത്? ലൈക്ക് ഒട്ടുമിക്ക ഹൊറർ ഗെയിംസിൽ ഒരു ലൈറ്റ് പ്രൊവൈഡ് ആ ബേസ്മെന്റ് എടുത്ത്. താങ്ക് ഗോഡ്, നല്ല കാര്യം. ഓ, ഒന്ന് ചാടി മുങ്ങി വീഴല്ലേ. ബേസ്മെന്റ് അല്ലല്ലോ, ബേസ്മെന്റ് ആണ്. ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഇതൊരു കട്ടിലാണ്. അവിടെ എവിടെയും ചെറിയത് നമ്മൾ ഹെഡ്സെറ്റ് വെക്കുമ്പോഴാണ് ഇതൊക്കെ ഇത് ഫോക്കസ്ഡ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നത്. കാരണം ഞാൻ സൗണ്ട് ഒന്ന് കുറച്ചിട്ടേക്കുക. ഇവരെ മൂഡ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന കൊള്ളാം എന്തായാലും. ഓക്കെ ബേസ്മെന്റ് എത്തി. ഇവിടെ എന്തോ മൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ തപ്പി ഇങ്ങോട്ട്. ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ചെടിയായിരുന്നു. അതിന്റെ കൂടി ക്രീപ്പി മ്യൂസിക്കും. ചാടി വീഴരുത്, ഒന്ന് ചാടി വീഴരുത് ഇതിനകത്ത്. എന്റെ മോനെ, അതെന്താന്നത്? റിവേഴ്സ്. ഓക്കെ, അവിടെ എന്തോ ഒരു സാധനം ആടുന്നുണ്ട്. ആട്ടിക്കൊണ്ട് അല്ല, ദാറ്റ്സ് അവർ ഡ്രോ. ബച്ചിയാണ് എന്തോ ആടുന്നുണ്ടെന്ന്. ഇപ്പൊ എന്താ എണീന്റെ അടുത്ത് പോണോ? അപ്പൊ ഒന്നും ചെയ്യാത്തതാണ് പ്രേതം. Are you afraid of the fear? Yes, of course. Do you think your mind would panic if one day you lost the sense of fear? അത് തന്നെ. ഇപ്പം ഫിയർ പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ പേടിക്കുക? Then are you often in fear? Should I be? Are you? How do I control? ഈ ക്രീപ്പി സാധനം എന്റെ ചെവി അടിച്ച് കളയുന്നു. മാറി ക്രീപ്പി. ഞാൻ നമ്മുടെ മറ്റേ ഈ സ്റ്റാറ്റിക് വരില്ലേ, റേഡിയോ, TV, അങ്ങനത്തെ ഒരു സംഭവം. അത് ഗെയിമിന്റെ പ്രോബ്ലം ആണ്. Why do you start asking me questions? I want to be like you. Okay. Horror games or real daily life? വിവിയൻ അവിടെ കിടന്ന് ശ്വാസം വലിക്കുക. Which feels generally scarier to you? Life is scary, but I'm trying not to be. Is Vivian bothering you? ഇല്ല അവള് പാവം. Take a bit of your lunch and inside you see one was not everything.
Fernando's simulation. If I would kill the player, I place someone else control and then ഇങ്ങോട്ടുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങോട്ട് തിരിച്ചിട്ട ആൻസർ തരും. Do you think the player character is scared of you? Making choices for him, like a hostage tied to a chair with a radio that speaks your answer as it hears his voice. Yes, he's scared. Do you shoot him or yourself? ഇവന്മാര് നമ്മുടെ അടുത്ത് ലൈക്ക് ഈ പറഞ്ഞ പോലെ ആസ്ഥാന ക്രീപ്പി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇതുപോലെ ആസ്ഥാന ക്രീപ്പി സ്ഥലത്ത് കൊണ്ട് ലാൻഡ് ചെയ്യിക്കുക. അപ്പൊ ഇത് എവിടെയോ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇതെന്തോന്ന് ഇത് വടിയ? ഓ ലൈറ്റ്. ഇതാരപ്പാ? ഹലോ, എന്താ സംഭവം? Shoot him, shoot yourself. അങ്ങനെ ചോദിച്ചപ്പോ നമ്മൾ ആതുര സേവനം നടത്തുന്നില്ലല്ലോ. ഷൂട്ടിങ് മുമ്പോട്ടങ്ങനെ പോയി. സെൽഫ് സാക്രിഫൈസ് ആയിരുന്നു അവിടെ ചെയ്യേണ്ടത്. It's pretty clear there can be an infinite amount of these characters and we can do whatever we want to them. Of course, probably. No, it felt bad. Decent ആയി നോക്കാം. Fear outside you, dangers that makes your mind afraid. Which sounds the worst? Animal predators, supernatural beings. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെ. My loved one standing against me. Fear inside of you, the darkness that you hold, create and spread around. Which sounds the worst? എന്ത് ക്വസ്റ്റ്യൻ ആണിത്? എങ്ങോട്ടാണ് ഇവന്മാർ ഈ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്? ഹൊറർ ഗെയിം എന്ന് വെച്ചിട്ട് ഇതുമാതിരി കോമ്പനി കരാർപ്പതിയായി പോയല്ലേ. My bad behavior, emotions and depression make other skills. My fear controlling me, I can only look and feel how it affects my loved ones. You are a soul inside the body that you are given. Of course. Who are you more? I am the fear controlling my body, making bad decisions and seeing how it plays out horribly. Then I force this body to this mess. I am the meaning controlling the body, trying to be good and help others of my own experience. I am the body being controlled by different souls inside of me that must have fighting each other. And I already know that they will cause a lot of pain for my world, but I keep making excuses that I have to make to stop them. അങ്ങനൊക്കെ വേദന. I'm meaning to control the body. Would you like to take a break? Go for a little walk. Should we clear your mind a little? Probably. Still. ഇനിയിപ്പോ അവിടെയാണ് ഏതോ കാട്ടിക്കൊണ്ടിറക്കാൻ പോവാണ്. പൊന്ന ഈ സ്റ്റാറ്റിക് ശബ്ദം ഇപ്പൊ എവിടെ പൊന്നെണ്ണ ഒരു മാപ്പെങ്കിലും നിങ്ങൾക്ക് വെക്കായിരുന്നു. നമ്മൾ എങ്ങോട്ടാണ് പോണെന്നൊരു പിടിയില്ല. ഒരു ഊഹത്തിന്റെ പേരിൽ അങ്ങ് പോവുക. ഈ കാട്ടിലൊരു ക്യാബിൻ ഉണ്ട്. ക്യാബിൻ ചെക്ക് ചെയ്യുക, ക്യാബിൻ ലോക്ക് ഉണ്ടോ എന്നുള്ളത്. റിവ്യൂ കണക്ക് പറഞ്ഞു കഴിഞ്ഞാ ഐ മീൻ ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഒരു ടിപ്പിക്കൽ ഹൊറർ ഗെയിം പോലല്ല. ലൈക്ക് എനിക്ക് ചെറുതായിട്ടൊരു ഇൻട്രസ്റ്റ് തോന്നി വരുന്നുണ്ട്. ലൈക്ക് ഇവരുടെ ഒരു ലൈക്ക് ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ.
നൈസാണ്. എന്തോ ഒരു സംഭവം ബോർഡറിലെത്തിയ മാപ്പ് ഉണ്ടോ ഇതിന്? ഏത് മൂക്കണ്ടിൽ പോകാൻ ദൈവമേ. ഗെയിം ആക്ച്വലി എനിക്ക് തോന്നുന്നു ലൈക്ക് 2-3 GB എങ്ങാണ്ടേ ഉള്ളു. സോ ഇവിടെ അത് സ്റ്റോപ്പായി. അപ്പൊ അങ്ങോട്ട് ഇനി പോകാൻ പറ്റൂല. കറങ്ങി നോക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ലൈക്ക് ഈ ഇൻഡി ഗെയിംസ് എന്നൊക്കെ പറയുമ്പോൾ ലൈക്ക് ചെറുതാണെങ്കിലും അത് വലിയ രീതിയിൽ ഒപ്റ്റിമൈസ്ഡ് ആകത്തില്ല. ക്യാബിൻ കിറ്റും ഒപ്റ്റിമൈസ്ഡ് അല്ല. അപ്പോൾ ലൈക്ക് അതിൻ്റെതായിട്ടുള്ള പോരായ്മ. ഇപ്പൊ ഈ സ്റ്റാറ്റിക് അടിക്കണത്, പിന്നെ നമ്മളുടെ ഈ ഓവർ ആയിട്ടുള്ള ബട്ടൺ കൺട്രോൾസ് എന്ന് വെച്ചാൽ ഒരു പ്രിസിഷൻ ഓടിപ്പോയി. പ്രിസിഷൻ വലിയ രീതിയിൽ കാണൂല. അങ്ങനെ കുറച്ച്. പക്ഷെ എന്ന് വെച്ചാൽ നമ്മളാരും കളിക്കണമെന്നല്ല, എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഇതൊക്കെ അവരുണ്ടാക്കിയിട്ടേക്കുന്നത് നമുക്ക് കളിക്കാൻ വേണ്ടിയാണ്. ലോക്ക് ചെയ്ത ഡോർ ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. സ്ക്വയർ ഡോറിന് ഓവൽ ഷേപ്ഡ് അല്ല, സ്ക്വയർ കട്ടിലൊക്കെ ഓവൽ ഷേപ്ഡ് ഡോർ. ആശാരി കഴിവുള്ളവനാ. വീടിനേക്കാളും മെച്ചമാണ് ഇത്. അതിലുണ്ടോ? which is locked so we could live. If he's actually willing to sacrifice everything to save her, how come he doesn't realize that she... അത് ക്രീപ്പി ആണല്ലോ. ആ പറയുന്ന വിച്ച് വേറെ ആരോ ആയിരിക്കും. എന്റെ മോനെ ഈ സൗണ്ട് ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പക്ക കുറച്ചിടട്ടെ. നോ സൗണ്ട് തൽക്കാലത്തേക്ക് ഓഫ്. കാരണം എന്തോ കാര്യത്തില് സ്റ്റാറ്റിക് അടിക്കുന്നത് പോലെ ഫുള്ള് ഇത് വരികയാണ്. നമ്മൾ ഇവിടെ നോക്കി, വിച്ച് ഇത് ഓപ്പൺ അല്ല, ഇത് ഓപ്പൺ അല്ല, ഇത് ഓപ്പൺ അല്ല. അവിടെ നിന്ന് ആകെ ഒരു ഇത് മാത്രം കിട്ടി. ഇപ്പൊ എന്താ അവിടെ തപ്പണ? ബോക്സ് ബുക്ക്. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലൈക്ക് ഈ ഡോർ പൊളിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം, ലോക്ക്ഡ് ആണോ എന്നുള്ളത്. ഡോർ എന്തായാലും പൊളിഞ്ഞിട്ടു. ഓക്കെ, അപ്പൊ അങ്ങോട്ട് പോകുന്നത് പോസിബിൾ അല്ല. സോ ഇതിന്റെ അകത്ത് എന്തോ സംഭവം ഉണ്ട്, അതാണ് അവര് ഫോക്കസ് ചെയ്യുന്നത്. കുറച്ചുകൂടി ഇവർക്ക് ലൈക്ക് ഒരു മാപ്പോ കാര്യം. എന്റെ പൊന്നെന്തോന്നിത്, കണ്ണോ? Was that cabin locked? Yeah. You didn't. Far away, there is another person answering these questions who is identical to you. Aryan. Do you think that person is scared right now? ഉറപ്പായിട്ടും മാതിരി സാധനമല്ലേ കാണുന്നു. Would you like to meet them or stay with? പോയി കാണാം. There was someone in another room and you get choose. Who would you pick? I want to live with them. They would pick the same answer, yet the outcome would be opposite of what you choose.
That mean even your identical twin wouldn't be identical to you. Amma, എന്താത്? You're so unique. Even a perfect copy of you isn't like you. Yes, അത് ഞാൻ agree ചെയ്യുന്നു. Do you feel special? I think you're special. Oh, you're unique. Probably. Oh, ഇവന്മാർ ഈ ക്വസ്റ്റിനുമായിട്ട് എങ്ങോട്ടാ പോണത്? ആദ്യമേ ലൈക്ക് നോർമൽ സാധനം തുടങ്ങിയിട്ട് ഇതിപ്പോ ലൈക്ക് മറ്റേ ക്രീപ്പി സാധനം ഗോഹെഡ് കിൽസ് ഞാൻ പറഞ്ഞില്ലേ? Are you afraid that if you wake up you wouldn't recognize your life but forever remember the dream you lived? ഇത് ഡ്രീം ആണോ? ഇതെന്താ ഇത്? വലിയ രീതിയിലൊന്നും ഞാൻ ആകെ ഇതിനെപ്പറ്റി കുറച്ച് തപ്പിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് സ്റ്റീമിലുള്ള ഇത് മാത്രമുണ്ട്, ചെറിയ സ്ക്രീൻഷോട്ട്സ് ഉണ്ടല്ലോ, അതും പിന്നെ ലൈക്ക് ഇതിന്റെ ചെറിയ പ്ലേയിങ് വീഡിയോസ് ഉണ്ടല്ലോ, അത്ര മാത്രം. കാരണം അതെനിക്ക് വേറൊരു ഐഡിയ ഇല്ല ലൈക്ക് എന്താണ് പോണത്, എന്താണ് സ്റ്റോറി ലൈൻ എന്നൊരു ഐഡിയ ഇല്ല. സോ അങ്ങനെ കളിക്കാനാണ് ഇഷ്ടം, എന്നാലും നമുക്കത് എൻഗേജിങ് ആയിട്ടിരിക്കത്തുള്ളൂ. പക്ഷെ ലൈക്ക് ഇപ്പൊ ചെറിയൊരു രീതിക്കൊരു ബോറടി ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം ഇത് എങ്ങും എത്തുന്നില്ല. അതുപോലെ നമ്മൾ പ്രതീക്ഷിച്ച ലൈക്ക് ഒരു ഹൊറർ കണ്ടന്റ് ആദ്യം വന്നായിരുന്നു, പക്ഷെ ലൈക്ക് ഇപ്പൊ ഇത്രയും രീതിയിൽ പ്രോഗ്രസ് ചെയ്ത് ഗെയിം പോകുന്ന സമയത്ത് അത് കിട്ടുന്നില്ല. ഹോപ്സോ കുറച്ചുകൂടെ ഇപ്പോൾ മുമ്പോട്ടേക്ക് ലൈക്ക് ഗെയിം പ്രോഗ്രസ് ആകുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത്. ഞാനത് ഒരു ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു ചേഞ്ച് ഓഫ് പേസിന് വേണ്ടി ഒരു ഹൊറർ ഗെയിമും കൂടെ, പിന്നെ ലൈക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ റിവ്യൂ നോക്കാം. ഞാൻ എപ്പം ലൈക്ക് ലോഡ് കണക്ക് ഹൊറർ ഗെയിംസ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ലൈക്ക് ഇറക്കൊണ്ടിരിക്കുകയാണ് ആവശ്യത്തിനും അനാവശ്യത്തിനും എന്തോ സംഭവിക്കുന്നുണ്ട്. അതിവിടെ വന്നപ്പോഴാണ് അത് വന്നത്. പിന്നെ ഇത് ഉണ്ടാക്കിയേക്കുന്നത് ലൈക്ക് റെൻപ്ലേയിലാണ്, റെൻപ്ലേ എഞ്ചിനിൽ, അതിലാണ് ഇത് ചെയ്തേക്കുന്നത്. സോ അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് മോശമാണെന്നല്ല ഞാൻ പറയാം, ലൈക്ക് ഈച്ച് ഗെയിം യുണീക്ക് ആണ്. നമ്മൾ പ്ലെയേഴ്സിന് അത് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നുള്ളതിലേക്ക് അത് അവരവരുടെ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ എന്താണ് പറയണത് ചോയ്സ് ആണ്. ഇപ്പം എനിക്കിത് മേ ബി ഒരു 50% ഇഷ്ടമായിരിക്കും, മറ്റൊരാൾക്ക് മേ ബി അത് തീരെ ഇഷ്ടപ്പെടില്ല. ചിലർക്ക് ഇത് ലൈക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ഗെയിംസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കും. സോ അങ്ങനെ റെൻപ്ലേയിൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞതിന് കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞ ഒരു ഇൻഫർമേഷന് വേണ്ടി. എനിക്ക് ഇവിടെ എന്ത് ചെയ്യണം എന്നൊരു പിടിയില്ല. ഞാൻ ആ പാത്ത് എടുത്ത് ഇങ്ങോട്ടങ്ങ് വന്നു. മോസ്റ്റ് പ്രോബബ്ലി ഇത് ഡ്രീം ആയിരിക്കണം നമ്മുടെ, കാരണം ഫസ്റ്റിൽ അത് അവർ നമ്മളോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് ഡ്രീമിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നോർത്തിട്ട് വെയ്ക്കപ്പ് എന്നാണ് പറഞ്ഞത്. സോ ഇവിടെ ഒന്നും കാണുന്നില്ല തുറക്കേണ്ടത്, ഇവിടെ ഇല്ല. സോ നമ്മൾ എന്താക്കുക, ബുക്ക് പിന്നെ സ്പെസിഫിക് സെറ്റ് ഓഫ് ഇൻഫർമേഷനോ കാര്യങ്ങളോ ഒന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആകെ നമ്മൾ ഹൗ ടു പ്ലേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് എങ്ങനെ മുമ്പോട്ട് പോകും, പുറകോട്ട് വരും, അങ്ങനത്തെ സംഭവങ്ങൾ മാത്രം. സാധാരണ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്തിട്ട് ലൈക്ക് ഇനി അടുത്ത എങ്ങനെ പ്രോഗ്രസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പൊ ഞാൻ ഇത്രയും ലൈക്ക് സംസാരിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിനർത്ഥം തന്നെ ഇത് ആ ഒരു ഹൊറർ വലിയ രീതിയിൽ എഫക്റ്റ് ആയിട്ടില്ല. അല്ലെങ്കിൽ ഇത്ര ഞാൻ സംസാരിക്കാൻ പോലും നിൽക്കൂല, ലൈക്ക് ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും ഞാൻ ഇരിക്കും. ഈ ഒരു റൂം കുറച്ചു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു.
ജെയിംസ് കെയറാണ്. ആരാ ഇത്? What happened to you? I was waiting and fell asleep. Were you outside all night? ഇതാണോ Are you വിവിയൻ? okay? എന്നാ I വെയിറ്റ് had ചെയ്തതിന് a കുഴപ്പമില്ല. weird dream. Oh, never mind. Let me make some breakfast. എന്തിന് ആവോന്ന്? പട്ടിയൊക്കെ വെച്ചേക്കുന്ന പോലെ. Where have you been? I was worried. സൗണ്ട് കുറച്ചേക്കാം. ഞാൻ ഇതിലിപ്പോ ഗെയിമിന്റെ സൗണ്ട് ഞാൻ പ്ലേ ആക്കത്തില്ല, കാരണം അതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു എന്താ എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ആകെ അവർ കൊടുക്കുന്നത് കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള സാധനം. അതിപ്പോ ഇനി എന്താ ഈ വല്ല പ്രോബ്ലം ആണോ അതോ അത് അങ്ങനെ ആണോ എന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. സോ അതുകൊണ്ടാണ് കുറച്ച് ചെയ്തത്. പിന്നെ ലൈക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൗണ്ടും അല്ല. I was out drinking. I got lost. I was out drinking കൊടുക്കാം. I പ്ലെയർ don't remember. don't remember. Huh? വിവിയനെ പ്ലെയർ You ആണോ? don't അല്ല. remember where you You went? don't remember where you went? I fell asleep on the beach. I think. നമ്മൾ കടൽ തീരത്ത് അവിടെയാണല്ലോ പൊങ്ങിയത്. ഉള്ള കാര്യം ഉള്ളത് തന്നെ പറയാം. I don't remember this place. ഞാൻ കൊടുക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ ഇവന്മാര് പറയണത്. I can't remember remember you. I lost my memory. I lost my. Okay, I lost my ability to move. ഇനിയിപ്പോ എന്താ പറയാ? I lost my. lost my പറ ബാക്കി പറ. dreams. Say what I'm telling. Maybe I'll just shut up and you can be alone. And ഇവരെന്താണ് ഈ ഒഴിഞ്ഞ ഫ്രിഡ്ജില് അനങ്ങാതെ നിക്കുന്നത്? അതൊന്നും ഇല്ലല്ലോ. ചത്ത? അയ്യോ അതല്ല, സ്റ്റക്കായ. ചവിട്ടാനോ അടിക്കാനോ അല്ല. അമ്മച്ചി ക്രോസായിപ്പോയി. ക്രീപ്പി സിറ്റുവേഷൻ. ഇവിടുന്ന് വലിയുന്നതായിരിക്കും നല്ലത്. അത് അതിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. Where are you going? Hey, let me in. എടാ മോനെ, അടുത്തിന് എന്താണ്? വിവിയൻ അത്ര ഡയലോഗ് ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് നേരെ ഓപ്പൺ ആക്കിയത്. I am fear, I am the meaning, I am the body. Choose. You don't interact with much. You don't interact with what's shown on the TV. You only observe. Do you think you can choose what happened on my late night show? You think you are so unique that you can control my will? ഇത്രയും നേരം അവർ പറഞ്ഞ കാര്യങ്ങൾ അവരിപ്പോ ഒറ്റയടിക്ക് കോൺട്രാഡിക്റ്റ് ചെയ്യുകയാണല്ലോ. ആൻഡ് യു ലിസൺ. പ്രോബബ്ലി. ഓ വടിയാക്കിയതാണല്ലേ. ഞാൻ വിചാരിച്ച ഗെയിം തീർന്നെന്ന്. അല്ല, ഇതെവിടെ? ഇത് മോർ ഓവർ ഒരു ഹൊറർ ഗെയിം എന്നുള്ളൊരു തീം കൊടുത്തിട്ട് ഇത് സൈഫൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. അപ്പൊ സൈഫൈ മാറി, ഇപ്പൊ മിസ്റ്ററി ആയി. വേറെ മിത്തിക്കൽ സാധനങ്ങളൊക്കെ. സ്റ്റാർട്ടിങ് ഹൊറർ, പിന്നെ സൈഫൈ, ഇപ്പൊ മിസ്റ്ററി. I love dreaming.
വേണ്ട വേണ്ട വേണ്ട. ഇവിടെ ഇപ്പൊ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്, ഞാൻ വെറുതെ അത് കട്ട് ചെയ്തതാണ്. കാരണം എന്തായാലും ഇൻഡി ഗെയിംസ് ആണ്, ഇതിന്റെ പേരില് വെറുതെ ഇതിന്റെ സ്ട്രൈക്ക് ഒക്കെ മേടിച്ചു വെക്കുന്നു. എങ്ങോട്ടാ ഇഷ്ടമായി പോണത്? നല്ലൊരു ഹൊറർ ഗെയിം കളിക്കാനെന്ന് പറഞ്ഞിരുന്നിട്ട് എനിക്ക് കിട്ടിയ അവസ്ഥയാണിത്. ഇവര് പ്രോമിസ് ചെയ്തതിനകത്ത് എന്തൊക്കെയാണോ പ്രോമിസ് ചെയ്തത് അതൊക്കെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഹൊറർ ആണ് പറഞ്ഞിട്ട് ഹൊറർ ഒഴിച്ച് ബാക്കി എല്ലാ ജോണേഴ്സും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണല്ലോ നോക്കിയത്. ഇത് കണ്ടിട്ട് ഞാൻ പേടിക്കണായിരിക്കണം അല്ലേ? എന്റെ മോനെ പേടിച്ച്. സോറി അണ്ണാ, പേടിക്കാൻ തോന്നുന്നില്ല അത് കണ്ടിട്ട്. ഐ മീൻ കുറ്റം പറയുന്നില്ല, ഞാൻ ഒരിക്കലും കുറ്റം പറയണില്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ പേടിക്കേണ്ട എലമെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാ ഇല്ല. എന്താ ചെയ്യണ്ട ഇതിന്? ഞാൻ പറയണ്ട, ഒബ്ജക്റ്റീവ്സ് ഇല്ല. അതാണ് അടുത്തൊരു ഫോൾട്ട് ആയിട്ട് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ ലൈക്ക് ഈവൻ ഒരു ചെറിയ സംഭവമെങ്കിലും, ഒരു മിനി മാപ്പോ അങ്ങനത്തെ എന്തെങ്കിലും, അതും വേണ്ട. ലൈക്ക് ജസ്റ്റ് ക്യൂ അടിക്കുമ്പോ ഒരു ഒബ്ജക്റ്റീവ് ടാബ് വന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. ഇതിപ്പോ എന്താ ചെയ്യുക? എന്നെ പുറത്തിറക്കാൻ പറ്റുമോ? വായിൽ എന്താണ്? ഹൊറർ അല്ല, ഹൊറർ അല്ല, പേടിക്കണോ ഇല്ല. ഓക്കെ, അപ്പൊ മേ ബി ഇതൊരു പാർട്ട് 2 ഇട്ടിട്ട് ബാക്കി കളിയാം. കാരണം ഇത്ര ഞാൻ കളിച്ചത് വെച്ച് നോക്കുമ്പോ, സോറി, ഞാനിത് എടുത്തതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു ഹൊറർ കളിക്കണം എന്നുള്ളൊരു ഇതുകൊണ്ടായിരുന്നു. കുറെ ദിവസമായിട്ട് കണ്ട് നോർമൽ ഗെയിംസ് ഇങ്ങനെ കളിച്ച്, അപ്പം ഒരു ചേഞ്ച്. അപ്പം എനിക്ക് പ്രോമിസിങ് ആയിട്ട് അന്നേരം തോന്നിയ ഒരു സാധനം, പക്ഷെ പിന്നെ ഇതൊന്നുമല്ല. ഈ ഒരു ഇത് ഹൊററിന്റെ ഒരു ചെറിയ എലമെന്റ് ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഇത് നോക്കിയേ, ഇത് മറ്റേ മിസ്റ്ററി മിത്തിക്കൽ ടൈപ്പ് സാധനങ്ങൾ. ഈ സ്റ്റെപ്സ് എൻഡ് ചെയ്ത് കയറുന്ന റൂം എന്ന് പറഞ്ഞാൽ ഒരു സൈഫൈ സെറ്റപ്പ്. ഇനി എനിക്ക് ഐ ഡോണ്ട് നോ, ഇവരിതെല്ലാം കൂടെ മെർജ് ചെയ്തിട്ട് ലൈക്ക് എല്ലാത്തിന്റെ ഒരു എന്താ എക്സ്പീരിയൻസ് ഉണ്ടാക്കാനാണോ? ഐ ഡോണ്ട് നോ. എന്തായാലും ഇതിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് ആ ഒരു സാധനങ്ങളൊന്നും ഫീൽ ആകുന്നില്ല. സോ തൽക്കാലത്തേക്ക് എന്തായാലും ഈ ഗെയിം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കാം. ഇതിന്റെ ഒരു പാർട്ട് 2 ഇത് കുറച്ചുകൂടെ ഞാൻ ഇതിനെ പറ്റി ഒന്ന് തപ്പിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ലൈക്ക് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് എന്തായാലും നോക്കിയിട്ട് കുറച്ചുകൂടി ഇൻഫർമേഷൻ സെറ്റാക്കി. വയറുകൾ ഞാൻ പറഞ്ഞില്ലേ, അടുത്ത സൈഫൈ. ഐ മീൻ സൈഫൈ ഹൊറർ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ലൈക്ക് ഇവര് പ്രോമിസ് ചെയ്തത്, ഐ മീൻ എനിക്ക് ഫീലായ കാര്യമാണ് ഞാൻ പറയണത്. സോ എന്താണ്, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഒരു ഹൊറർ ജോണർ എഫക്റ്റ് ഇതിൽ വരുന്നില്ല. എങ്ങനെയാണെങ്കിൽ ലൈക്ക് ഇത്രയും കളിച്ചിട്ട് ഇത് ഹൊററായിട്ട് കാണുന്നത് ഈ സാധനത്തെയാണ്. ഇതിനെ കണ്ടിട്ട് എന്തോ കാണണം, പേടിക്കണ എന്താണിത്? ഒരു 2D ഇമേജ് അവിടെ കണ്ട് പ്ലേസ് ചെയ്തേക്കും. ആ സാധനം ഞാൻ ഇപ്പോഴാ കാണുന്നത്. ലൈക്ക് അത് കൈൻഡാ കൊള്ളാം. ലൈക്ക് ജസ്റ്റ് നമ്മൾ മൂവ് ചെയ്യുമ്പോ ആ ഹെഡ് നമ്മുടെ കൂടെ തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. ലൈക്ക് അതിപ്പോ ശ്രദ്ധിച്ചു. ഓക്കെ ഫൈൻ, അത് കൊള്ളാം. ലൈക്ക് വേറെ ഒന്നും ചെയ്യത്തില്ല. നീ വരുവോ? പുറകിന് വരുവോ? അത് കൂടെ നോക്കിയിട്ട് ക്ലോസ് ആക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ എന്തായാലും ബാക്കി എന്തായാലും ഞാനിത് പാർട്ട് 2 എക്സ്പ്ലോർ ചെയ്യുന്നുള്ളൂ. കാരണം അതിനുള്ളതേ ഉള്ളൂ. ഈ സാധനത്തെയാണ് ഇപ്പൊ നമ്മളവിടെ കണ്ടത്. അപ്പൊ സേവ് ആക്കാനുള്ളതില്ല. ഇതാണ് ഗെയിമിന്റെ പെയിൻ.
ഭാഗത്തിനുള്ളതില്ല. അപ്പം കളിക്കണം ആഗ്രഹം ഉള്ളവർക്ക് കളിച്ച് നോക്കാം. ലൈക്ക് വെറൈറ്റി ജോണേഴ്സ് ട്രൈ ചെയ്യണം എന്നുള്ളത് ഇപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള ആ ഒരു സംഭവം തന്നെ. ലൈക്ക് എല്ലാ ഗെയിമും ഇറക്കണത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി തന്നെയാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്ലെയർ. ഓക്കെ, ഇപ്പൊ ഇതിന്റെ പാർട്ട് 2 കാണാം. ബൈ ബൈ.